നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സവിശേഷമായ സംഭാഷണത്തിനാണ് JB ജംഗ്ഷൻ ഇന്ന് വേദിയാകുന്നത്. മിനി സ്ക്രീനിലും വലിയ സ്ക്രീനിലും ഒരുപോലെ തിളങ്ങുന്ന രണ്ട് കലാകാരന്മാരെ ഞങ്ങൾ JB ജംഗ്ഷനിൽ കൊണ്ടുവരുന്നു. സാബുമോൻ തരികിട എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു കലാകാരൻ, അതുപോലെ തന്നെ മിമിക്രി വേദിയിൽ നിന്ന് ജ്വലിച്ചുയർന്ന ജാഫർ ഇടുക്കി. കലാവുമണിയുടെ വളരെ വേണ്ടപ്പെട്ട ആളുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങളിൽ നിന്ന് അറ്റൻഷൻ മാറ്റട്ടെ. മോനെ, എന്താണ് നിന്റെ മുഖത്തൊരു വല്ലാത്തൊരു ചിരി? ഈ ജാഫർ ഭായിയോട് ഞാൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തല്ലേ? ഈ ജാഫറിന്റെ പ്രശ്നം, ജാഫർ ഒരേ സമയത്ത് ഇടുക്കിക്കാരനാവും, ഒരേ സമയത്ത് മൊയ്ലിയാരുടെ ബന്ധുവാകും, ഒരേ സമയത്ത് സിനിമാക്കാരനാവും. ഇതെല്ലാം കൂടി വന്നിട്ട് ആകെ ഈ മസ്തിഷ്കം ഇങ്ങോട്ട് കലങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം സ്മോൾ അടിക്കുന്ന ആളല്ലേ ജാഫർ? ജാഫർക്ക് സ്ഥിരമായിട്ട് മദ്യപിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മദ്യപിക്കും മാത്രമേ മദ്യപിക്കാറുള്ളൂ. കഴിച്ചിട്ടുണ്ടാവും. ഈ ജാഫർക്ക് മദ്യപിച്ചിട്ടുണ്ടാവാം. വിട്, അത് ഉണ്ടാകാന്നുള്ള വ്യക്തമായല്ലോ. ഓക്കെ. അല്ല, താങ്കൾ മണിയുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. മണിയുടെ പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുള്ള ആളാണ്. അതെ. എന്താണ് ഈ ജാഫർ പറയുന്നതും പറയാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മണിച്ചേട്ടന്റെ അങ്ങോട്ട് അവിടെ ആ ഏരിയയിൽ ആര് ചെന്നാലും മണിച്ചേട്ടനെ അല്ലെങ്കിൽ മണിച്ചേട്ടന്റെ കൂടെയുള്ള ഒരാളെ വിളിച്ചിട്ട് നമ്മളതിൽ പാസ് ചെയ്യാറുള്ളൂ. മണിച്ചേട്ടൻ അതുകൊണ്ടാ വാടാ, പാടിയണ്ടാ, അങ്ങോട്ട് വാടാ എന്ന് പറയും. മണിച്ചേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കാണാതെ പോകില്ലാരും. അവിടെ ചെല്ലുമ്പോൾ മണിച്ചേട്ടൻ അവിടെ ചേറിട്ട് ജാഫർക്ക് പറഞ്ഞാലും എല്ലാവരും അവിടെ ഉണ്ടാവും. മണിച്ചേട്ടൻ അവിടെ കുക്ക് ചെയ്യുന്നുണ്ടാവും, എല്ലാം അവിടെ ചെയ്യുന്നുണ്ടാവും. നമ്മളോട് എടാ അടിക്കുന്നുണ്ടാ, ഇന്നില്ല പോണം, അടിച്ചിട്ടോളാം. അങ്ങനെയാണ് മണിച്ചേട്ടന്റെ സ്വീകരണമാണ് അത്. അതെ, മണിച്ചേട്ടന്റെ ഒരു സ്നേഹമാണത്. അത് തന്നെയാണ് ജാഫറിനോട് പറഞ്ഞത്. ജാഫർ അപ്പൊ വിചാരിച്ചാല് ഭാര്യ സിമിയുടെ ബന്ധുവായിട്ടുള്ള മൊയ്ലിയാർക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ കഴിച്ചോ ഇല്ലയോ ഒരിക്കലും ഒരു പ്രശ്നം. അതായത് ഉണ്ടോ സാർ, എന്റെ കുടുംബത്തിൽ നിന്ന് വന്ന ആരോപണത്തിൽ ഞാൻ മുസൽമാനാണ്, ഞാൻ മുസ്ലിമാണ്. ഞാനിപ്പം മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസൽമാൻ ആകാതിരിക്കുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഈ കലാ ഫീൽഡിൽ ഞാൻ ഇറങ്ങി തിരിച്ചപ്പോ തൊട്ട് എന്ത് ബന്ധുമിത്രാദികൾക്ക് ഞാൻ പോയേക്കുന്ന റൂട്ട് അത്ര ഇഷ്ടമല്ല, മോശം റൂട്ടിലല്ലേ. അപ്പൊ ഇതെല്ലാം ഉണ്ടെന്നാണ് അവരുടെ ധാരണ, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളായിട്ടൊരു സംഭവം പറഞ്ഞറിയിച്ചു, ഇത് തന്നെ ഞങ്ങളുടെ വിഷയം, ഇത് രണ്ടുപേരും വിഷയം ഇത് തന്നെ. ഞങ്ങൾ മുസൽമാന്മാരായിപ്പോയി. അല്ല, അയാളതില്ല. അല്ല, ആ പീറ്ററിനോട് പറയാത്ത ഒറ്റ പീറ്റർ കയറി പറയാൻ കാരണം അതാ, അയാളില്ലാരോട് പറഞ്ഞു. അല്ല, ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു, കാരണം എന്നെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യുന്നതും എനിക്ക് ഇറിറ്റേഷൻ ഉണ്ട്. ഒരു മാധ്യമ വിചാരണയ്ക്കുള്ള ശ്രമം. അപ്പൊ അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയതാണ്. കാര്യം ഭയങ്കര ചർച്ച ചെയ്തു. മദ്യമായിരുന്നോ, ബിയർ ആയിരുന്നോ, എത്ര കഴിച്ചു, എങ്ങനെ കഴിച്ചു, എത്ര ഗ്ലാസ് കഴിച്ചു, ആരൊക്കെ എത്ര പെഗ് കഴിച്ചു, ഇങ്ങനെയൊക്കെ ആലോചിക്കണം. ഒരു 1 hour ചർച്ചയായിരുന്നു നമ്മുടെ ചാനലില്. 1 മണിക്കൂർ കഴിച്ചത് എന്താണ്, എത്ര എമൗണ്ട് കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കഴിച്ചു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞാണ് വ്യക്തം. മണിയുടെ പാടിയിൽ പോയി അദ്ദേഹത്തിന് സൽക്കാരം ഏറ്റുവാങ്ങുന്നതിൽ ഒരു പ്രത്യേകിച്ച് ഒരു പുതുമയില്ല. അത് സ്വാഭാവികമാണ്. അതിൽ ആൾക്കാർ 1 or 2 അടിക്കും. അത് മണിയെ സന്തോഷിപ്പിക്കാൻ അടിക്കുന്നവരുണ്ട്. മണി പിന്നെ കഴിപ്പിക്കാതെ വിടാറില്ല. ശരിയല്ലോടൂ? അല്ല, എങ്ങനെയും പിടിച്ച് രണ്ടര കൊടുത്തിട്ട് വിടുള്ളൂ അല്ലെ? കഴിക്കേണ്ടവർക്ക് മണിച്ചേട്ടൻ അങ്ങനെ നീ കഴിക്കുന്ന പറയാറില്ല. അടിച്ചിട്ടൂടാ പറയും. അപ്പൊ ഇല്ല മണിച്ചേട്ടൻ ഞാൻ അടിക്കാനില്ല. അങ്ങനെ പോകുന്നവരുണ്ട്. അവരാണെങ്കിൽ കൂടുതൽ അടിക്കുന്നവരുണ്ടാവും. നിരസിക്കാനാവാത്ത ഓഫർ. മണിച്ചേട്ടൻ പറയുമ്പോ അറിയാം, അടിക്കാത്തവൻ ചിലപ്പോ അടിച്ചു അവിടെ പൊതുവെ ദുർബലനായ ജാഫർ കൂടെ ആണെങ്കിലോ ഞങ്ങൾ ആദ്യം മരിക്കണ്ടേ? ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ താങ്കൾ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, അന്നില്ല. ഇല്ല മോനെ, നീ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇതിലാകെ കൂടി ഈ മണിച്ചേട്ടനെ കൊല്ലണം എന്നുള്ളൊരു മോട്ടീവ് ഉള്ള ആള് ഇദ്ദേഹം മാത്രമാണ്. അതെന്താണ്? കാരണം സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇവരാണ് സാമ്പത്തിക പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. ആരോപണം ഇവരെ കുറിച്ച് ഒരു ആരോപണമുണ്ട്. അതായത് ഇവരാണ് മണിച്ചേട്ടന് വേണ്ടിയിട്ട് അവസാന പ്രോഗ്രാമും ചെയ്തത്. നീയല്ലേ ആ CD നീ വിറ്റു. അപ്പൊ മണിച്ചേട്ടന്റെ ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളുടെ ബിനാമിയാണ് ഇവൻ. അതെ. ഇപ്പൊ അവിടെ ഇരുന്ന കുട്ടികളെല്ലാം ചില ആമ്പിള്ളേര് മുഖം മുത്തിപ്പിടിച്ചു. എന്നറിയോ? ചുമ്മാ ഇതുപോലെ ഏതെങ്കിലും പോസ്റ്റ് ചെയ്താലും അവരുടെ പേര് പൊത്തിപ്പിടിച്ചു. അങ്ങനെയൊക്കെ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് സാർ. അറിവില്ലാത്ത ആൾക്കാരൊക്കെ പോസ്റ്റ് ചെയ്ത് ഇപ്പൊ പിള്ളേർ പൊത്തിപ്പിടിച്ചു. എന്നാൽ ഇവനൊരു കൂസലും ഇല്ല. എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, പിന്നെ കൂസലില്ലല്ലോ, എനിക്ക് ആവശ്യമില്ല. ശരിക്കും ജാഫർക്കാണ് ഞാൻ പരിചയപ്പെടുന്ന കലാഭവനിൽ വെച്ചിട്ടാണ്. ജാഫർക്ക് അവിടെ നിന്ന് മിമിക്രി ആർട്ടിസ്റ്റായി. ഞാൻ നാബലച്ചനോട് നിൽക്കുന്ന സമയം കലാഭവനിൽ
അവരച്ഛൻ്റെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന സമയം. അങ്ങനെ ജാഫർക്ക് മിമിക്സ് പരേഡിന്റെ ലീഡറായ സമയത്ത് ജാഫർക്ക് ഞാൻ നന്നായിട്ട് ആങ്കറിംഗ് ഒക്കെ ചെയ്യും. അങ്ങനെ ജാഫർക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് ചാലക്കുടി പാടിയിൽ ഇറങ്ങി മണിച്ചേട്ടനെ കണ്ടിട്ട് ആദ്യമായിട്ട് മണിച്ചേട്ടനെ കാണുന്നത് അങ്ങനെയാണ്. അവിടെ വെച്ച് മണിച്ചേട്ടനെ കണ്ടു. അന്ന് മണിച്ചേട്ടൻ രണ്ടടിക്കാൻ പറഞ്ഞു. ഇല്ല ഞാൻ കുറെ ജാതിക്ക് പറിച്ചെന്ന് പറഞ്ഞോളൂ. ഇത് ജാതിക്ക് അത് അന്ന് ആദ്യം കാണും. അവനെ അംഗീകരിച്ചിട്ടില്ല. അതൊരു വിഷു ദിവസമായിരുന്നു, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് മണിച്ചേട്ടനായിട്ട് ഞാൻ നാദിർഷയ്ക്കും മണിച്ചേട്ടനും കൂടി ട്രൂപ്പാണ് സമയത്ത് നാദിർഷയ്ക്ക് എന്നെ കോമ്പയർ ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ കോമ്പയർ ആ പ്രോഗ്രാമിന് പോകുന്നത് 2012 ആയപ്പം മണിച്ചേട്ടൻ ഒറ്റയ്ക്ക് പ്രോഗ്രാമിനുകൾ പോയി തുടങ്ങി. മണിച്ചേട്ടൻ ഒത്തിരി പ്രോഗ്രാമുകൾ ഒറ്റയ്ക്ക് പോകുന്നു. മണിച്ചേട്ടൻ ഒരു ദിവസം ഞാൻ പാടിയിൽ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അപ്പം നമ്മുടെ ഒരു മിനിസ്റ്റർ തിരുവനന്തപുരത്ത് CPM-ൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മണിച്ചേട്ടൻ ഡയറക്റ്റ് വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ബഡ്ജറ്റ് കുറവാണ്, അപ്പോൾ മണിച്ചേട്ടൻ വന്നൊന്ന് ചെയ്തു തരണം, നാദിർഷയും കൂടെ വെക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നോട് മണിച്ചേട്ടൻ ചോദിച്ചു നിനക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പരിപാടി തിരുവനന്തപുരത്ത് ചന്ദ്രനേര സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരമായിട്ട് മണിച്ചേട്ടൻ എന്റെ നമ്പർ കൊടുക്കാൻ തുടങ്ങി. പരിപാടിക്ക് വിളിക്കുന്ന ആൾക്കാർക്ക് ജിൻഡോനെ വിളിച്ചാൽ മതി പറയും. അപ്പൊ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെ കയറി പറ്റിയതല്ല പറ്റിച്ച്. എന്നിൽ ഇപ്പൊ ആരോപിക്കുന്ന കുറ്റം ഞാനിപ്പോ എന്റെ സ്റ്റേഷനിൽ വിളിച്ച് ഒത്തിരി കാര്യങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയും ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം മൂന്നാമത് ചെയ്തില്ല. ഇങ്ങനെയാണെങ്കിൽ ചെയ്യണ്ടായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരണം. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മള് ഈ ഏകദേശം മരിച്ച ഇത്രയും സമയമായ സ്ഥിതിക്ക് ഈ രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഓൺലൈനിൽ എന്നത് കണ്ടിട്ട് ഒത്തിരി പേര് വിളിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ ചേട്ടനെ പാടിയിൽ ചെന്ന് സ്ഥിരമായി നിർബന്ധിച്ച് പ്രോഗ്രാമിന് കൊണ്ടുപോയി ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആള് കലാഭവൻ ജിൻഡോ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് എഴുതി. ആ പോസ്റ്റ് എഴുതാനുള്ള കാരണം ഞാൻ ഒന്നും വേണ്ടിയില്ല, തിരിച്ച് നമുക്ക് എഴുതാനുള്ള സോഴ്സ്. കാരണം നമ്മൾ ഇത്രയും കാലം നമ്മളെക്കുറിച്ച് പലരോടും പറയുകയും പല സ്ഥലത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ പ്രതികരിക്കാതിരുന്നത് ഇതെന്താണിത്, എങ്ങനെ നിനക്ക് എന്തുകൊണ്ട് സാബുവിനെ പോലെ പ്രതികരിച്ചുകൂടായിരുന്നു? സാബു ചേട്ടൻ പ്രതികരിക്കുന്നത് കണ്ടിട്ടാണ് നമ്മളൊക്കെ പ്രതികരിച്ചു തുടങ്ങിയത് ഇപ്പൊ. കാരണം ഞങ്ങൾ എന്നിട്ട് അതിന്റെ മേലധികാരികളുടെ പ്രതികരണം പക്ഷെ അത്ര നിനക്ക് ആരോഗ്യത്തിന് ഗുണകരമാകുന്ന സംശയം. അങ്ങനെ പ്രതികരിക്കുന്നു. അതെ അതെ, ഞങ്ങൾ ഇതിന്റെ മേലധികാരികളുമായിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പ്രതികരിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറ്റിയേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം പോലെ പ്രതികരിച്ചിരുന്നെങ്കിൽ രാമകൃഷ്ണൻ ഞങ്ങളുടെ അടുത്തേക്ക് വരുപോലുമില്ല. ശരി, ഞങ്ങൾ പ്രതികരിക്കാത്തതുകൊണ്ടാണ് പറ്റിപ്പോയത്. ഓക്കെ, ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വേണമെങ്കിൽ വാരി അറിയാം. ഇപ്പൊ നമുക്കും അറിയാവുന്ന കുറെ ആരോപണങ്ങൾ വെറുതെ ആരോപിക്കാം. അത് സാബു ആരോപിച്ചു കഴിഞ്ഞല്ലോ. അതായത് കലാഭവൻ മണി ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ പിന്നെ കുടുംബത്തിലേക്ക് അടുപ്പിക്കാതിരുന്നവരാണ് രാമകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അതെ അതെ, അതിപ്പോ അവസാനമാണ് ഞാനിത് റിയാക്ട്. ഞാൻ ഇത്രയും നാളും ഇതിൽ റിയാക്ട് ചെയ്തിരുന്നില്ല, ഇങ്ങനത്തെ ഒന്നും ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. അതിന് ഇതുവരെ രാമകൃഷ്ണൻ മറുപടി തന്നിട്ടുമില്ല. അതിൽ ഞാൻ ചോദിച്ചതിനും രാമകൃഷ്ണൻ പറഞ്ഞ മറുപടി എന്നെ വീട്ടിൽ കയറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സാബു ആണോ എന്നുള്ളതാണ്. അതല്ല എന്റെ ആൻസർ. കറക്റ്റാണ്. കാരണം രാമകൃഷ്ണൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ത് രാമകൃഷ്ണൻ എങ്ങനെയെങ്കിലും ട്രൂപ്പിൽ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മണിച്ചേട്ടൻ എന്ത് കാരണവശാലും ഇവനെ അങ്ങോട്ട് അടുപ്പിക്കില്ല രാമകൃഷ്ണന്. എന്താ കാരണം നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അവർ മണിച്ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അത് പറ്റില്ല, മണിച്ചേട്ടൻ വെക്കുന്ന പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ രാമകൃഷ്ണൻ എന്നെ വിളിച്ചിട്ട് പറയും, എടാ ജിൻ്റെ ഒന്ന് ചേട്ടൻ്റെ അടുത്ത് പറ. ഞാൻ പറഞ്ഞു, നീ നിന്റെ ചേട്ടൻ്റെ അടുത്ത് നിനക്ക് പറഞ്ഞൂടെ? പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ സമ്മതിക്കില്ല, നിങ്ങളൊന്ന് പറ. അങ്ങനെ മണിച്ചേട്ടനോട് നമ്മൾ പറഞ്ഞു, മണിച്ചേട്ടൻ അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചാലക്കുടി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം മണിച്ചേട്ടൻ നടത്തി. ഈ ചാലക്കുടി ഫെസ്റ്റിൽ ഓപ്പണിംഗ് ഡാൻസ് ചെയ്യാം, രാമകൃഷ്ണനെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നൊരു തീരുമാനം എടുക്കുകയാണ്. അവൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആയതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം മെഗാ ഷോ ആണ്, ഗാനമേള, മിമിക്രി എല്ലാം ഉണ്ട്. അതിന് മുന്നിൽ ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ഡാൻസ് എത്ര പേര് ജനങ്ങൾ എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. മണിച്ചേട്ടൻ പറഞ്ഞ് ഒന്ന് വെച്ച് നോക്കാം, എന്തായാലും ഇത്രയും ഇതായില്ലേ. അങ്ങനെ രാമകൃഷ്ണനോട് ക്ലാസിക്കൽ ഡാൻസിൽ ചെയ്യാൻ പറഞ്ഞ് ഈ രാമകൃഷ്ണൻ വന്നിട്ട്, അപ്പം നമ്മുടെ വിചാരം 5-10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ ഈ സാധനം, ഓപ്പണിംഗ് ഡാൻസ് ആണല്ലോ. 1/2 മണിക്കൂർ ആ ചാലക്കുടി ടൗണിൽ 1/2 മണിക്കൂർ ഡാൻസ്. മണിച്ചേട്ടൻ ഗ്രീൻ റൂമിൽ കിടന്ന് തെറിയാൻ തുടങ്ങി. അന്നേരം ഞാൻ നിന്നോട് പറഞ്ഞ കേട്ടവനെ അവനോട് പറഞ്ഞ ഇങ്ങോട്ട് അടുപ്പിക്കേണ്ടെന്ന് പറഞ്ഞു പൂരത്തെറി. കാരണം അത്ര ഗസ്റ്റുകൾ ഫ്രണ്ടിലിരിക്കുകയാണ്. ഇന്നസെന്റ് ഏട്ടൻ, ദിലീപ് ഏട്ടൻ, അങ്ങനെ സലീകുമാർ ഏട്ടൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ആൾക്കാർ വന്നേക്കുന്ന ഇവരെ കാണാൻ വേണ്ടിയാ, രാമകൃഷ്ണൻ ഡാൻസ് കാണാനല്ല. അത് കഴിഞ്ഞ് ആ ഒരു പ്രശ്നം കഴിഞ്ഞ് ഇവൻ ഡാൻസ് കഴിഞ്ഞത് ഇവൻ വിട്ടുപോയി, പിന്നെ അവിടെ നിന്നില്ല. മണിച്ചേട്ടൻ്റെ ദിവസം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം ദേശാഭിമാനിയുടെ ഒരു പരിപാടി കുറേ ആഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ മലപ്പുറത്ത് അക്ഷരമുറ്റം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. ഈ പ്രോഗ്രാമിൻ്റെ സമീപം വീണ്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കലാഗൃഹത്തിൻ്റെ ഒരു പണിയും തീർത്ത് തരാൻ പറ ചേട്ടൻ്റെ അടുത്ത്. അപ്പം മണിച്ചേട്ടനോട് ഒരു സ്ഥാപനം അച്ഛൻ്റെ പേരിൽ പണിയുന്നുണ്ടായിരുന്നു, കുന്നശ്ശേരി രാമൻ സ്മാരകം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ പണിയും തീർന്നു. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഞങ്ങൾ പറയുന്നത്, നിനക്ക് പറഞ്ഞോളൂ ഇതൊക്കെ. പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാലേ നടക്കുള്ളൂ എന്നോ പറയുന്നുണ്ട്. അങ്ങനെ ഈ പ്രോഗ്രാമിലും അപ്പം ഇവനിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് പറയും, ഒന്നും ചേട്ടനോട് പറയാം, എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ. അങ്ങനെ ഈ അക്ഷരമുറ്റം എന്ന് പറഞ്ഞ പരിപാടിക്ക് ഈ രാമകൃഷ്ണനെ കൊണ്ടുപോകാന്നുള്ള തീരുമാനമായി. കാരണം
എടാ 10 മിനിറ്റ് നീ കൂട്ടരുത്, ദയവ് ചെയ്ത്. അതൊരു മലയാളികളെല്ലാവരും അത്ര ആൾക്കാർ മണിച്ചേട്ടനെ കാണാൻ വേണ്ടിയിരിക്കുന്ന ഒരു സ്കൂളാണത്. 10 മിനിറ്റ് കൂട്ടരുത്. ഇല്ല, 10 മിനിറ്റ് ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം സ്പോട്ടിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര മഴയാണ്. ഇവരെല്ലാം വന്നു, മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മണിച്ചേട്ടൻ വന്ന് പുറകിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മണിച്ചേട്ടൻ ഒരു കാര്യം നമുക്ക് ഷോർട്ട് ഔട്ട് ചെയ്യാം മൊത്തം. മണിച്ചേട്ടനെ കാണാൻ ഈ ജനം കൂടിയേക്കുന്നത്. മണിച്ചേട്ടൻ എവിടെ മണിച്ചേട്ടനൊന്നും ചോദിക്കുക ആദ്യം പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഓപ്പണിംഗ് ഡാൻസ് ഇട്ടിട്ട് രണ്ടാമത്തേത് മണിച്ചേട്ടൻ്റെ എൻട്രി തന്നെ ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പണിംഗ് ഡാൻസ് തുടങ്ങി. ഏകദേശം ഒരു 10 മിനിറ്റോടുകൂടി ഞാൻ പരിപാടി തീർത്തു. പരിപാടി തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് മണിച്ചേട്ടനെ കയറ്റി വിട്ട് മണിച്ചേട്ടനെ ഇറക്കിക്കൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പം ഡ്രസ്സൊക്കെ മാറി ഫ്രീ ആയിട്ട് നല്ല ഇതൊക്കെ മേക്കപ്പ് കഴിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നീ എവിടെ പോവാ? അല്ല ഞാൻ പോവാണ്, എൻ്റെ കഴിഞ്ഞല്ലേ, ഞാൻ പോവാണ്. അവനെ ഫുൾ ഷോയ്ക്ക് നിൽക്കുന്നില്ലേ? ഇല്ല ഞാൻ പോവാണ്. അപ്പം മണിച്ചേട്ടനോട് മണിച്ചേട്ടൻ രാമകൃഷ്ണൻ പോകാന്നാണല്ലോ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ് മണിച്ചേട്ടനോട് ചോദിച്ചു, എടാ അവൻ 40,000 രൂപ ചോദിച്ചു എൻ്റെ അടുത്തെന്ന് പറഞ്ഞു. 40,000 രൂപ എടുത്ത് കൊടുക്കാനാ? മണിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അവന് 40,000 അടുത്ത് കൊടുത്തിട്ടു. എന്നോട് പറഞ്ഞു, മേലെ അവൻ ഈ പരിസരത്ത് ഈ മണികിൽക്കം എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ വിളിക്കരുത്. ഇതൊക്കെ പറഞ്ഞാലും ജിൻഡോ, രാമകൃഷ്ണൻ നിനക്കെതിരെ നടത്തിയ ആരോപണത്തിൽ നിനക്ക് മോചനമില്ല. കുറെ കാലമായിട്ട് മണിയുടെ പണം കൈകാര്യം ചെയ്യുകയും ആ കൈകാര്യം ചെയ്ത പണം നിന്നെ ബിനാമിയായിട്ട് പല സ്ഥലത്തും നിക്ഷേപിക്കുകയും സ്വത്തും കാര്യങ്ങളൊക്കെ നിന്റെ പേരിൽ മേടിച്ചിടുകയും ഒരുപാട് കോടികളുടെ. അപ്പൊ അതിൽ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ? എന്താണ് സാബു വാക്ക് പറഞ്ഞ് എന്തെങ്കിലും ഇത് മണിച്ചേട്ടന്റെ കൊലപാതകം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ അസ്വാഭാവിക മരണം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു മോട്ടീവ് വേണം. എന്തായാലും ജാഫർ ഇടുക്കിയെ ഇന്നേ വരെ മണി ഒരു ബിനാമിയാക്കിയിട്ടില്ല, ഇല്ലല്ലോ? ആക്കിയിട്ടില്ല. അപ്പൊ അത് ആകെയുള്ള ഒരു ബിനാമി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവനാണ്. അതിന്റെ ഇതോടെ പറഞ്ഞുതരാം. ഈ ലാസ്റ്റ് പ്രോഗ്രാം സന്തോഷം അത് കേൾക്കുമ്പോ വേറൊരാളുണ്ട് കേട്ടോ. നമ്മള് അധികം പുള്ളി ചർച്ചയിലൊന്നും വന്നിട്ടില്ല. ഞാൻ TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. വേറൊരു ബിനാമി അല്ല, ഇതില് പെട്ടുപോയ വേറൊരു ഇരയുണ്ട്. ഒരു ക്രിമിനോളജിസ്റ്റ് ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ടെലിവിഷനിൽ, ജെയിംസ് വടക്കൻ. ഇദ്ദേഹം സംസാരിച്ചിങ്ങനെ വന്നപ്പോ ഇദ്ദേഹം പറഞ്ഞേ, there is another possibility. കാരണം സാബുവിനോ ജാഫറിനോ ഒന്നും മോട്ടീവ് ഇല്ലാതെ ഒരു മർഡർ നടക്കില്ല. പിന്നൊരു സാധ്യതയുള്ളത് കലാഭവൻ മണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരം കൊടുത്ത മരുന്ന് കൂടിപ്പോയി മരിച്ചതാകാം എന്ന് പറഞ്ഞത് ഞാനൊരു ചിരി. സുമേഷ് പെട്ടു, ഡോക്ടർ സുമേഷ്. അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഭാഗ്യവശാൽ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഇറങ്ങി നടന്ന് സ്ട്രെച്ചറിൽ പോയി കിടക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആ ഡോക്ടർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഇതുപോലെ ഇതിനകത്ത് വന്നു പോയിട്ടുള്ള ആളുകളുടെ പേരിൽ വളരെ എന്താ പറഞ്ഞ യാതൊരു അടിത്തറയുമില്ലാതെ പൈസ നിക്ഷേപിച്ചിരിക്കുന്നത്. പൈസ നിക്ഷേപിച്ചത് കൊച്ചിയിൽ ഒരുപാട് ഭൂമി വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വിവരമുണ്ട്. അവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അത് വലിയ വിളവന്മാരുടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ രാമകൃഷ്ണൻ ഇത് വളരെ ഗൗരവമായി എടുക്കുകയും വീണ്ടും അടുത്തൊരു വിവാദം ഉണ്ടാവുകയും ചെയ്യും. നമ്മളതിന്റെ മേലുദ്യോഗസ്ഥരുടെ ഫുൾ അതിന്റെ കണക്കടക്കം ഇന്ത്യയിലാണ്. മണിച്ചേട്ടന്റെ പ്രോഗ്രാം ഞാൻ ആണെങ്കിൽ എൻ്റെ ഡയറി പവറിന്റെ അടുത്താണ്. ആ ഡയറി ഞാൻ അന്ന് കയറി അന്ന് മുതലുള്ള എന്തോ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ സംഭവിക്കും നമ്മൾ ജന്മത്തിൽ വിചാരിച്ചല്ല. മണിച്ചേട്ടന്റെ മണികിലുക്കം ഇത്ര രൂപ മണിച്ചേട്ടൻ അഡ്വാൻസ് മേടിച്ച് കൊടുത്തത് പാടിക്കൊണ്ട് കൊടുത്തത് അത് അങ്ങനെ തന്നെ എഴുതി വെച്ചുകൊണ്ട് എനിക്ക് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് തെളിവായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി. അന്ന് മുതൽ എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ അത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. ഈ അവസാനം 28-ാം തീയതിയിലെ പ്രോഗ്രാമിന്റെ വരെ പൈസ കണക്ക്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് നിൽക്കുന്നത്, അത്ര കോൺഫിഡൻസ് ചിരിയതാണ്. അല്ല പക്ഷെ എന്നാലും ഇവിടെ ഒരു മോട്ടീവ് ഉണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് സാബുവാണ്. അത് സാബു ചേട്ടനാ. അതെ, സാബു മാത്രം. ജാഫർ നിങ്ങളെ പോലെ എന്നെ പോലെ ഒരു സാധാരണക്കാരനല്ല, ഇവൻ ലോ പഠിച്ചവനും കൂടിയാണ്. അതൊരു വക്കീലാ. വക്കീലാ. അപ്പം വക്കീല് മുന്നിൽ നിന്നാ വക്കീലിനെ മുമ്പിൽ. ഓക്കെ, അപ്പോൾ നിങ്ങള് പിന്നെ 7:15 9:30 മണിക്ക് നിങ്ങൾ പോകുന്നു. ഞാൻ പിന്നെ നമുക്ക് 3 പേർക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായതുപോലെ മണിയുടെ സൗഹൃദ ആശ്ലേഷത്തിൽ നിങ്ങൾ പങ്കെടുത്ത് അത്യാവശ്യം ചില സ്മോളൊക്കെ അടിച്ച് അങ്ങ് പിരിഞ്ഞു അല്ലേ? അത്ര സ്ഥാപിപ്പിക്കും കേട്ടോ. അതങ്ങ് വേണം. അവിടെ എന്തൊക്കെ സമ്മതിച്ച് വരുമ്പോഴേക്കാണ് മൂല്യാർക്ക് വിളിക്കും. അതൊന്നുമല്ല, ഞാൻ അതൊന്നും ആയിട്ട് കൂട്ടുകാരും പള്ളി വ്യക്തമായി എന്റെ കുടുംബം എനിക്ക്. ഓക്കെ ജാഫർ, നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പോകണ്ട. അതല്ലെങ്കിൽ വെച്ചാൽ ഇവിടെയാണ് ജാഫറിന്റെ പ്രശ്നം. ജാഫർ ഒരേ സമയത്ത് അമേരിക്കയിലും ജീവിക്കണം, അവിടെ ജീവിക്കണം, ഇടുക്കിയിലും. ഒരു കാര്യം മനസ്സിലാക്കിയോളൂ, ഒരു കുടുക്കിൽ വീണ് കഴിഞ്ഞാല്
ഇതുപോലുള്ള സമീപനം എടുത്തു കഴിഞ്ഞാൽ അത് ഊരാ കൊടുക്കാം. അതാണ് ജാഫറിന് ഞാൻ എവിടെ പറ്റുന്നത്. സമീപനം ജാഫറിന്റെ 2-3 സ്റ്റേറ്റ്മെന്റ്സിൽ ഒന്നത് ഒരേ സമയത്ത് ജാഫർ മുസൽമാൻ, മറ്റേ സിമിയുടെ ഭർത്താവ്, പിന്നെ മറ്റേത് ഇവിടെ ഔക്കാക്ക, നമ്മുടെ അബ്ദുറഹ്മാൻ, ഇങ്ങനെ പല പല ചിന്തകളും വന്നിട്ട് ഞാനല്ല മാറ്റിയത്. ഞാൻ ഒറ്റ മൊഴിയെ കൊടുത്തിട്ട് എല്ലാം കൊടുത്തു. ഞാനല്ല മാറ്റിയേ. മാറ്റിയത് സാബുക. അല്ല എന്റെ മൊഴിയല്ല, സാറ് പറഞ്ഞു. സാർ ഞാൻ കറക്റ്റ് ആയിട്ടാ സാർ അന്ന് തൊട്ട് നടന്ന സംഭവം പറഞ്ഞു. സാബുവിനെക്കുറിച്ചുള്ളൊരു ആക്ഷേപം, സാബു വളരെ അവശനായിട്ട് ഈ പറഞ്ഞ മണിയുടെ വാഹനത്തിൽ സാബുവിനെ എടുത്ത് നിക്ഷേപിച്ചിട്ടാണ് പോയെന്ന് പറയുന്നത്. ശരിയാണ് സാബു? ഇതെല്ലാം ശരിയായി സാറേ. അന്വേഷണം കറക്റ്റാ. സാർ അന്വേഷിച്ച ആൾക്കാരൊക്കെ കറക്റ്റ് ആയിട്ടാ. അല്ല സാർ അന്വേഷിച്ച ആൾക്കാരല്ല, ഇപ്പൊ ഈ കേട്ടതെല്ലാം സത്യം എന്ന് മനസ്സിലായി. ഇയാള് ഒരു ഡ്രൈവറെ കിട്ടുമെന്ന് എന്നോടായിരിക്കും. ഒരു ഡ്രൈവറെ കാക്ക, ഒരു ഡ്രൈവറെ കിട്ടുമോ? അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആ സമയം 9 ആയി. അത് തന്നെയല്ല, ഒരു കുറച്ചൊക്കെ രാത്രി ഡ്രൈവ് ചെയ്ത് ട്രിവാൻഡ്രം നേരെ പോകാം എന്നായിരുന്നു പ്ലാൻ. ആ പ്ലാൻ ഓൺ ദ വേ പീറ്ററാ മാറ്റുന്നത്. ഞാൻ എറണാകുളത്താക്കിയിട്ട് പൊക്കോട്ടെ, മണിച്ചേട്ടന് നാളെ വേറെ എവിടെ പോകാനുണ്ട്, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്റെ കൂട്ടുകാരന്റെ ഓഫീസിൽ പോയി കിടന്നു. എന്നിട്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രം പോകാനാണെങ്കിൽ ഞാൻ ടയേർഡ് ആയിരുന്നു, കാര്യം കണ്ടിന്യൂസ് ട്രാവൽ ആയിരുന്നു 2-3 ദിവസം. അതുകൊണ്ടാണ് ഞാൻ പീറ്ററിനെ എടുക്കുന്നത്. യഥാർത്ഥ പ്ലാന് മണിയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പുള്ള യഥാർത്ഥ പ്ലാൻ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ വേണ്ടിയായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ മണിയുടെ വീട്ടിൽ പോയതുകൊണ്ടാണ് യാത്രാ പ്ലാൻ മാറ്റേണ്ട വന്നത്. യാത്രാ പ്ലാൻ മാറ്റാൻ വേണ്ടിയുള്ള എന്തോ സംഭവം അവിടെ നടന്നു എന്ന് വേണമെങ്കിൽ വേറെ ആൾക്കാർക്ക് വ്യാഖ്യാനിക്കാം. രാമകൃഷ്ണൻ വേണം വ്യാഖ്യാനിക്കാം. അതായത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടിരുന്ന സാബു പാടിയിലെത്തിയത് കൊണ്ട് മാത്രം. അപ്പൊ അതിന് മുമ്പ് വേറൊരു സാധനം ക്ലാരിഫൈ ചെയ്തിട്ട് പോകും. ഇല്ല അല്ല, ആ സംശയം അങ്ങനെ തന്നെ പറഞ്ഞു. ഇല്ല ഞാൻ പറയാം. അത് കറക്റ്റ് ആയിട്ട് ചോദിച്ചു. ട്രിവാൻഡ്രത്തേക്ക് പോകാനിരുന്ന സാബു പാടിയിലേക്ക് എത്തി എന്ന് പറയുന്നു. എത്തിയപ്പോൾ പ്ലാൻ മാറി. അപ്പൊ പാടിയിലേക്ക് ഞാൻ എത്തിയത് ഇദ്ദേഹത്തിന്റെ എന്നെ പിടിച്ചു വലിച്ച് നിർബന്ധിച്ചുകൊണ്ടുപോയി. നീ എടാ, ഞാൻ പറഞ്ഞു പോയി നീ ഉണ്ടെന്ന്, നീ അവിടെ വന്നാ പോയ മോശമാണ്, ദാ തൊട്ടപ്പുറത്താണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടുപോയത്. ഞാൻ അല്ല ആണെന്ന് എന്നെ കൊണ്ടുപോയത്. ഞാൻ മര്യാദയ്ക്ക് ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ തിരുവനന്തപുരത്ത് പോയി പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ളവന്. ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ മദ്യം കൊണ്ടുവച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കഴിക്കുന്നില്ല, ഈ മദ്യം കഴിക്കുന്നില്ല, വേണമെങ്കിൽ ബിയർ കഴിക്കാന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല ആയിരിക്കും, പക്ഷെ അതെനിക്ക് സാധനം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വായിക്കുന്നത് ഞാനത് ശ്രദ്ധിച്ചില്ല. ആക്ച്വലി നമ്മളൊരു പാർട്ടി ചെല്ലുമ്പോൾ നമ്മൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നോക്കുമോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഏറ്റവും മൈന്യൂട്ട് ഡീറ്റെയിൽസ് ജാഫറ കണ്ടെത്തിയത്. അതായത് ഈ കുപ്പിയുടെ സാബുവിന്റെ മുഖത്തേക്കാണ് തിരിഞ്ഞത്. അത് എന്റെ തൊട്ട് ഫ്രണ്ടിലെ വെച്ച് ഞാൻ പറയുന്നില്ല, കഴിക്കുന്നില്ല എന്ന്. നീ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനുള്ള സമയമൊന്നുമില്ല, അടുത്ത് മാറ്റുള്ളൂ. അവിടുന്ന് സത്യം ഞാൻ പോയിന്റ് പറഞ്ഞോട്ടെ. ബിയർ വേണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ. ഓക്കെ, കൊണ്ടുവച്ചു ഒരു ടിൻ. അപ്പൊ തണുപ്പില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തണുപ്പില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇത് തുറന്നു പറയാട്ടോ. ഇതിപ്പോ വീട്ടിൽ നിന്ന് എനിക്ക് ചീത്തോളി കേൾക്കും. ജാഫർക്കാടെ കൂടെ വന്ന ഒരു പ്രൊഡക്ഷൻ മാനേജർ, പുള്ളി പ്രൊഡ്യൂസറാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ. പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തോണ്ട് തരാം എന്ന് പറഞ്ഞു. അത് കൊണ്ടുവച്ചു, അത് ഞാൻ കഴിച്ചു. ആക്ച്വലി ഞാൻ ഒരുപാട് മദ്യപിച്ചില്ല അവിടെ നിന്ന്, കാരണം എനിക്ക് പോകാനുള്ളൊരു വെപ്രാളമുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഇദ്ദേഹവും മണിച്ചേട്ടനോട് കഥകൾ ആരംഭിച്ചു, തമാശ കഥകൾ പറയുമല്ലോ. പിന്നെ ആ ചിരിയിൽ പെട്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ചിരിയാണ്. ഞാൻ ഞാനതല്ല, എല്ലാവരും ആർത്തട്ടേഴ്സ് ചിരിച്ചുകൊണ്ടിരിക്കണം. ഈ ജാഫർക്ക് ഒരു കഥ ട്രിഗർ ചെയ്യും, അതിൽ കണക്ട് ചെയ്തിട്ട് മണിച്ചേട്ടൻ ഒരു കഥ ട്രിഗർ ചെയ്യും. നമ്മള് അങ്ങനത്തെ ഒരു ഇതിൽ നിന്നു. എന്നിട്ട് ഞാൻ പോകാണെങ്കിൽ ഞാൻ നോക്കിയാൽ ലേറ്റായി. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്തായാലും ഇങ്ങനെ വണ്ടി ഓടിച്ച് ട്രിവാൻഡ്രം വരെ പാടായിരിക്കും. അപ്പൊ ഞാൻ ജാഫർക്ക് അടുത്ത് ചോദിച്ചു എനിക്കൊരു ഡ്രൈവർ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? എന്തിനാടാ വേറെ ഡ്രൈവർ, ഇതാ പുലി ഇവിടെ ഇരിപ്പുണ്ട്, P2 എന്ന് വിളിച്ച് കൊണ്ടാക്കിയിട്ട് പാടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങൾ മദ്യപിക്കുമെന്ന് ചോദിച്ചു പീറ്ററിനോട്. അപ്പൊ പീറ്റർ പറഞ്ഞു ഞാൻ മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഞാൻ കറക്റ്റ് ചോദിച്ചു അങ്ങനെ. അപ്പൊ പിന്നെ പീറ്റർ വണ്ടി ഞാൻ കൊണ്ടുവന്ന വണ്ടി പീറ്റർ ഡ്രൈവ് ചെയ്തു. നേരെ പീറ്ററുടെ വീട്ടിൽ പോയി. ഞാൻ പീറ്ററുടെ വീട്ടിലോട്ട് കയറിയില്ല. ഏതോ ഒരു ഇടവഴി കൂടെയൊക്കെ ചെന്ന് ഒരു സ്ഥലത്ത് വണ്ടി കയറി. ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരട്ടെ ചേട്ടാ എന്ന് പറഞ്ഞു. പുള്ളി അകത്ത് പോയി കവറിൽ ഡ്രസ്സും കൊണ്ട് വന്നു. ഞാൻ കിടന്നു പറഞ്ഞു. പീറ്റർ നല്ല വിടലാന്ന് പറഞ്ഞു, ചവിട്ടി വിട്ടിട്ടുണ്ട്. ഞാൻ
അങ്കമാലി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു എനിക്ക് സിഗരറ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ആ എയർപോർട്ടിൻ്റെ ആ ഭാഗത്തുള്ളൊരു കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിച്ചു. പോണ വഴി പീറ്റർ പറഞ്ഞു, ചേട്ടാ ഞാൻ ആക്കിയിട്ട് പോട്ടെ, എനിക്ക് നാളെ ഒരു പണിയുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞു. നേരെ സാദിൻ്റെ ഓഫീസിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. ഞാൻ ഓഫീസ് കം റെസിഡൻസ് ആണ്. ഞാൻ അവിടെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നേരെ ഡ്രൈവ് ചെയ്ത് ട്രിവാൻഡ്രത്ത് പോയി പ്രോഗ്രാമിൽ പങ്കെടുത്തു ബസേലിയസ് കോളേജിൽ. അപ്പോഴാണ് അറിയുന്നത് ഈ സംഭവം? അപ്പോഴും അല്ല അറിയുന്നത്. എന്നിട്ട് ഞാൻ തിരിച്ച് കായംകുളത്തെത്തി. വൈകുന്നേരം അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആക്ടർ സാദിഖാണ് വിളിച്ചു പറയുന്നത്, എടാ മണി പോയി. ഒരു ഇടിവെട്ടിയോ? ഷോക്കിംഗ്. കാരണം ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച് കലാഭവൻ മണി മദ്യവെച്ചിട്ടില്ല, മദ്യവെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്ന് അവിടെ ഉള്ളപ്പോൾ എൻ്റെ ദൃഷ്ടിയിൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്. പക്ഷെ ഞാനുള്ള മദ്യമല്ല കഴിച്ചേ. എൻ്റെ ഒരൊറ്റ ചോദ്യം, മണി എത്ര കണ്ട് മദ്യപിച്ചിരുന്നു? മണി വളരെയധികം മദ്യപിച്ചിരുന്നു, അതെയോ സാധാരണഗതിയിൽ മദ്യപിച്ചിരുന്നു, അതെയോ വളരെ കുറവായിരുന്നു? എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ബീറിന്റെ ഇത് പറഞ്ഞ സമയത്ത് ഇതുപോലെ തന്നെ അകത്തേക്ക് നോക്കിയിട്ട് ബീറുണ്ടാ എന്ന് ചോദിച്ചപ്പം 2 ടിന്ന് ബീർ മണിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ആ കൊണ്ടുവന്ന് വെച്ചപ്പം തന്നെ നമ്മൾ നോക്കൂല, അല്ലാതെ ആ കൊണ്ടുവരുമ്പോൾ നമ്മൾ തല മാറ്റുമോ? കൊണ്ടുവന്ന് വെച്ചാൽ പുള്ളി അത് പൊട്ടിച്ചിട്ട് അടിക്കുന്ന എൻ്റെ കണ്ണിനുണ്ടാ. അപ്പൊ ജാഫറിന്റെ അഭിപ്രായ പ്രകാരം മണി നിങ്ങളുടെ കൂടെ ചെലവഴിച്ച ഒരു 3-4 മണിക്കൂർ സമയത്ത് നിങ്ങൾ കണ്ട പ്രകാരം, നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഒരുപാട് പേര് വന്നും പോയിരിക്കുകയാണ്, മാത്രമല്ല ഒരാൾ എന്ത് കഴിക്കണം നോക്കേണ്ട കാര്യമില്ല, അങ്ങനത്തെ ഒരു കമ്പനി അല്ല അവിടെ. പക്ഷെ ജാഫറിന്റെ കണ്ണില് മണി കഴിച്ചത് ബീർ മാത്രമാണ്. ബീർ മാത്രം, അത് കുറച്ച് കഴിക്കണ ആരെയുണ്ടല്ലോ, ഒന്നിങ്ങനെ എടുക്കണുണ്ട്, ഒന്നിങ്ങനെ ആ കുപ്പി എടുത്ത് വെച്ചിട്ട്, എന്നിട്ട് പിന്നെ കഥയാ ഇദ്ദേഹത്തിന്റെ കഥ കേൾക്കണം. ബീർ മണി പൊട്ടിച്ചവിടുന്ന് ആള് തന്നെ പൊട്ടിക്കുന്നു. ആള് തന്നെ പൊട്ടിച്ചു, അല്ല നേരത്തെ പൊട്ടിച്ച ബീറല്ല. അവിടുന്ന് പുള്ളിയുടെ അടുത്ത് അങ്ങനെ കൊണ്ടേ കൊടുക്കാവുള്ളൂ. അതിന് മുമ്പ്, ബീർ വരുന്നതിന് മുമ്പ് മണി മദ്യപിച്ചിരുന്നു അറിയില്ല, തോന്നിയിട്ടുണ്ട്? അറിയില്ല. പക്ഷെ അന്ന് നല്ല സുന്ദരനായിരുന്നു, തങ്കം പോലെ ഇരിപ്പുണ്ടായിരുന്നു. വെരി എന്താണ്, വളരെ ഹെൽത്തി ആയിട്ടായിരുന്നു. ഒരിക്കലും കളറ്, നല്ല തൊടുത്ത കളറും, കണ്ണ് നന്നായി. എടോ ജിന്റു, സാധാരണ മണി ഈ ബിയർ എന്ന് പറഞ്ഞ പേരിൽ പലതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു സ്വഭാവം ഇല്ലല്ല. മണിച്ചേട്ടൻ കഴിക്കണ ബീർ അത് മണിച്ചേട്ടൻ തന്നെ പൊട്ടിക്കുള്ളൂ, അതാരും കാണിക്കുന്നില്ല പൊട്ടിക്കുന്നൊന്നും. അന്നല്ല ഞങ്ങളിപ്പോൾ പ്രോഗ്രാമിന് പോകണമെങ്കിലും എവിടെയാണെങ്കിലും മണിച്ചേട്ടൻ എടാ ബീറുണ്ടാ, എൻ്റെ അടുത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേരുടെ അടുത്ത് ചോദിക്കും ബീറുണ്ടാ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ പുറത്ത് നമ്മൾ അറിയത്തില്ലാത്ത ആൾക്കാരിരിക്കുകയാണെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൊണ്ട് സൈഡിൽ വെച്ച് കൊടുക്കുള്ളൂ. മണിച്ചേട്ടൻ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കൈ കൊണ്ട് തന്നെ എടുത്ത് പൊട്ടിച്ച് അങ്ങനെ കഴിക്കുള്ളൂ. അല്ലാതെ അത് മണിച്ചേട്ടൻ പരസ്യമായിട്ട് പുള്ളി എല്ലാവരും അങ്ങനെ രഹസ്യമാക്കിയിട്ട് പുള്ളി പൊട്ടിച്ച് നമ്മളെ കൊണ്ട് പൊട്ടിക്കാൻ പോലും സമ്മതിക്കില്ല. പൊട്ടിച്ച ബീർ പുള്ളി കുടിക്കും. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ മണിയുടെ സ്വാഭാവിക മരണമല്ല എന്നാണ് ചാലക്കുടി പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ പറയുന്നത്. അസ്വാഭാവിക മരണം. അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും കൈ അതിൻ്റെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ കെമിക്കൽ ലാബിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അതിനകത്ത് വിഷാംശം കാണുന്നുണ്ട്, മീഥൈൽ ആൽക്കഹോൾ. ആദ്യം പെസ്റ്റിസൈഡ് ആയിരുന്നു, ആ പെസ്റ്റിസൈഡ് ഇപ്പൊ ഡിസപ്പിയർ ആയി. കാരണം കാക്കനാട് ലാബിൽ നിന്ന് എന്തോ ക്ലോറോ പൈറോസിസ് അങ്ങനെ എന്തോ പേരിലുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഈ ശ്രീരാമകൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോയൊക്കെ ചോദിച്ചിരുന്നു, അയാൾ ഇവിടുന്ന് കീടനാശിനി വാങ്ങിച്ചിരുന്നു എന്നൊരു ആരോപണം വന്നു, അയാൾ കടയിൽ പോയി വാങ്ങിച്ചു എന്നും. അങ്ങനെ ആ അധ്യായം ഇപ്പോൾ മാറി. ഇപ്പോൾ രണ്ടാമത് ഹൈദരാബാദിൽ നിന്ന് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അതിൽ മീഥൈൽ ആൽക്കഹോളിൻ്റെ അംശം ഉണ്ട് എന്നാണ്. ഞാൻ പത്രമാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞതാണ്. അത് എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിഞ്ഞൂടാ. മീഥൈൽ ആൽക്കഹോളാണ്. ഒരു ഫൗൾ പ്ലേ അവിടെ നടന്നിട്ടുണ്ടോ സാബു? എങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും? കാര്യം ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകനല്ല. ഞാൻ മണിച്ചേട്ടന്റെ മറ്റേ സ്വന്തം സഹചാരിയല്ല. ഞാൻ ഫസ്റ്റ് ടൈം പോവുകയാണ് അവിടെ, ആദ്യത്തെ തവണ പോകുന്നത്. എന്റെ ആദ്യത്തെ സിനിമയിൽ, ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമയിൽ എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു മനുഷ്യനാണ്, വളരെ കരുതലുള്ള ഒരു മനുഷ്യനാണ്, കൂടെ ഉള്ളവരെ ഭയങ്കര സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിന്റെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ് ഞാൻ കയറി കണ്ടിട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നത്. എന്നോട് ഒരു ജേർണലിസ്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചു, ചേട്ടൻ അവിടെ ചെന്ന മീഥൈൽ ആൽക്കഹോൾ കണ്ട്. എന്ത് സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അത്. മീഥൈൽ ആൽക്കഹോൾ നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. കാര്യം ഇത് പച്ചവെള്ളത്തിന്റെ കളറുള്ള ഒരു സാധനമാണെന്നാണ് എന്റെ അറിവ്. ഇതിപ്പോ ഈഥൈൽ ആൽക്കഹോളും മീഥൈൽ ആൽക്കഹോളും എടുത്ത് വെച്ചാൽ രണ്ടും വെള്ളം പോലെ ഇരിക്കും. ഒന്ന് ഈഥൈൽ ആൽക്കഹോൾ മദ്യം, ഞാൻ പറഞ്ഞുതരാം. ഇതിലെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്കുമുള്ളൊരു സംശയം, എങ്ങനെ മീഥൈൽ ആൽക്കഹോൾ അവിടെ എത്താം എന്നുള്ളതാണ്. അതൊരു ചോദ്യം തന്നെയാണ്. അത് പറയാനുള്ള ഒരു പക്ഷേ ആ ചോദ്യത്തോട്
പ്രതികരിക്കാൻ വേണം ജിൻഡോയ്ക്ക് പറ്റുമായിരിക്കും. ജിൻഡോ അവിടെ ഒരുപാട് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഒരു സുരക്ഷിതത്വക്കുറവ് മണിക്കുണ്ടോ? ഒരിക്കലുമില്ല. അതല്ല, മണിയെ പരിചയമില്ലാത്ത ആൾക്കാർ പോലും കയറി ഇറങ്ങി അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയല്ല, മണിച്ചേട്ടനോട് ഇപ്പൊ മണിച്ചാൻ അവിടെ പുറത്തുനിന്ന് ഒരു ആൾക്കാർ കാണാൻ വന്ന അവിടെ പിള്ളേരോട് മണിച്ചേട്ടൻ ചേട്ടാ ആരോ വരുന്നുണ്ട്, ആരോ നോക്ക്. അവർ അവിടെ ചെന്നാൽ അവിടെ തമിഴന്മാർക്ക് ഒരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീടിന്റെ അവിടെയാണ് ഇവർ വന്ന് നിൽക്കുക. പാടിയെന്ന്, അതായത് മണിച്ചേട്ടൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമുള്ള സ്ഥലത്ത് വേറൊരു 100 മീറ്ററുള്ള സ്ഥലത്ത് വേറൊരു വീടുണ്ട്. അവിടെ പുറത്തുനിന്ന് ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ സിനിമ കലാ ഫീൽഡായിട്ട് ബന്ധമില്ലാത്ത പുറത്തുനിന്ന് ആരെങ്കിലും ആരാധകർ ആരെങ്കിലും വന്നാൽ അവർ ആരാ എവിടുന്ന എന്ന സ്ഥലത്തു നിന്നാണ് മണിച്ചേട്ടൻ്റെ അടുത്ത് ഇവിടെ വന്ന് പറയും. മണിച്ചേട്ടാ മണിച്ചേട്ടൻ പറയും എന്തെങ്കിലും കയ്യിലുണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ പുള്ളി പെട്ടെന്ന് ചന്ദനത്തിൽ ഇല്ലെങ്കിൽ ചന്ദനക്കുരു വിടും, എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വയ്ക്കും, വരാൻ പറയണമെന്ന് പറയും. എന്നിട്ട് ഫോട്ടോ എടുക്കും, ഒരു 5 മിനിറ്റ് അവരോട് സംസാരിക്കും, അവരെ പറഞ്ഞു വിടും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. മണിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. കാരണം വെച്ചാൽ മഞ്ഞപ്പിത്തം പിടിച്ചു, കരളിൽ വീക്കം ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു മണിക്ക്. ഇതൊക്കെ വെച്ചിട്ട് മണി കുറച്ച് ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫാണ് നയിച്ചെന്ന് മണിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നുണ്ട്. അത്ര അച്ചടക്കം പാലിച്ചിരുന്നില്ല എന്നുള്ളത് ജിൻഡോയ്ക്ക് തോന്നിയിട്ടില്ലേ? എല്ലാ പ്രാവശ്യവും മണിച്ചേട്ടൻ ക്രിസ്തുമസിന്റെ സമയത്ത് ശബരിമല അതെല്ലാം കൂടെ കണക്ട് ചെയ്തൊരു നോമ്പെടുക്കലുണ്ടായിരുന്നു. ഈ വർഷം ഞങ്ങൾ ചോദിച്ചു, ബർത്ത്ഡേക്ക് മുമ്പ് ഞങ്ങൾ ചോദിച്ചു, ഒരു 3-4 മാസമായിട്ട് മണിച്ചേട്ടൻ UK പോയി വന്നതിന് ശേഷം, UK ലാസ്റ്റ് പോയത്. അപ്പോൾ എന്തോ ഞങ്ങളൊന്നും പോയില്ല, ഞങ്ങൾക്കൊന്നും വിസ കിട്ടിയില്ല. അതിൽ പോയത് മണിച്ചേട്ടനും വേറെ പുറത്തുനിന്നുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളും കൂടെ പോയത്. അപ്പം ഇവിടുന്ന് പോയപ്പോൾ ഒരാഴ്ച മണിച്ചേട്ടൻ കുടിയൊക്കെ നിർത്തിയിട്ട് അവിടെ പോകുന്ന സമയത്താണ് മണിച്ചേട്ടൻ കുടി തുടങ്ങിയത്. അപ്പോൾ മണിച്ചേട്ടൻ ബിയർ കഴിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ പ്രോഗ്രാം ഉണ്ട് കുറേ. നമുക്ക് ലാസ്റ്റ് മരിക്കുന്ന ആ മാസത്തിലൊരു 4 മാർച്ച് മാസത്തിലൊരു 4 പ്രോഗ്രാമും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അവർ പോകുന്നത് ഡിസംബറിൽ ആ സമയത്താണ് പോകുന്നത്. അപ്പോൾ മണിച്ചേട്ടൻ തിരിച്ചു വന്നപ്പം ഞാൻ വിളിക്കും, ഫോണിൽ വിളിക്കും, മണിച്ചേട്ടാ ആ ഉണ്ടടാ, ഞാൻ വെച്ചു അടി നിർത്തിയാ, ഇല്ലടാ ഈ ദിവസം നിർത്തും, നമ്മൾ നോമ്പെടുക്കാൻ പോകല്ലേ എന്നൊക്കെ പറയും. പ്രാവശ്യം അയ്യപ്പ ഭക്തിയാൻ ഇറക്കിയില്ല, നോമ്പെടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കും എന്താ മണിച്ചേട്ടൻ നോമ്പെടുക്കാത്തത്? മണിച്ചേട്ടൻ എടുക്കണം, അത് എടുക്കാം, അങ്ങനെ തള്ളി ഒഴിവാക്കണം. നമുക്ക് പിന്നെ സീരിയസ് ആയിട്ട് മണിച്ചേട്ടൻ കൂടി ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് ആള് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. ജീവിതത്തിൽ ഒരു ചിട്ടയില്ലാതെ പോയി എന്നുള്ളതാണ് ജിൻഡോ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ചിട്ടയിൽ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് ശരിക്കും ഞങ്ങൾ ചോദിച്ചു. എല്ലാ പ്രാവശ്യം പുള്ളി വീട്ടിലൊക്കെ പോകുന്നത്, കുറച്ചായിട്ട് പുള്ളി വീട്ടിൽ പോകുന്നില്ല, എന്താ വീട്ടിൽ പോകാത്തെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരവില്ല. എപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, മണിച്ചേട്ടൻ വീട്ടിൽ പോകില്ലേ, വീട്ടിൽ പോകണം ചേട്ടാ. ജിൻഡോ പറയണത് വെച്ചാൽ ഇപ്പം അദ്ദേഹം പാടി കിടന്നുറങ്ങും, അല്ലാതെ വീട്ടിലേക്ക് പോകും. അവസാനത്തിൽ 2-3 മാസമായിട്ട് പാടി തന്നെയായിരുന്നു. 3 മാസക്കാലം വീട്ടിൽ പോയിട്ടില്ല? ഇല്ല. ഭാര്യയെ കാണാൻ പോയിട്ടില്ല? ഭാര്യയെ കാണാൻ പോയിട്ടില്ല, പാടി തന്നെയായിരുന്നു. പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പാടി തന്നെയായിരുന്നു. താമസം പാടിയില്ലായിരുന്നു. അതെന്താണ് ഞങ്ങൾ ചോദിച്ചോ, മണിച്ചേട്ടൻ്റെ അടുത്തല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ജിൻഡോ പറയാൻ ഉദ്ദേശിക്കുന്നത് മണിയും മണിയുടെ കുടുംബവും തമ്മിൽ ഒരു വഴക്കുണ്ടായിരുന്നു. അല്ല സാർ, ഞാൻ ഇത്രയും അല്ല 3 മാസക്കാലം തൊട്ടപ്പുറം വീടുണ്ടായിട്ടും വീട്ടിൽ പോകാത്തൊരു ഒരു കലാകാരനായിരുന്നു മണി എന്നല്ലേ പറഞ്ഞു വരുന്നത്. വീട്ടിൽ, കാരണം മണിച്ചേട്ടൻ വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു ആവശ്യം, ഇപ്പോൾ ഗൾഫിൽ പോകണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ്പോർട്ട് എടുക്കണം, ചെന്ന് അപ്പം തന്നെ എടുത്തുകൊണ്ട് ആൾ തിരിച്ചു വരും. ഒരു സെക്കൻഡ് അവിടെ നിൽക്കും, കൊച്ചിനെ കണ്ട ആ കൊച്ചിനെ കണ്ടു, അല്ലാതെ പുള്ളി അവിടെ ചോറിനുന്ന അവിടെ, കിടക്കുന്ന അവിടെ, എല്ലാം അവിടെയാണ്. പാടി മാത്രമാണ്, വീട്ടിൽ പോകാറില്ല അവസാനം. അല്ല എന്തായാലും നിങ്ങളൊക്കെ സന്തത സഹചാരികളായി നിങ്ങൾക്കറിയില്ലേ, ഉദാഹരണം പറഞ്ഞാല് കുടുംബമായിട്ടൊരു സംഘർഷം, ഒരു വഴക്ക്, കാര്യങ്ങളൊക്കെ ഒന്നും നമ്മളോട് വ്യക്തിപരമായ ഒരു കാര്യം ഇന്ന് വരെ സംസാരിച്ചില്ല. ഇത്രയും വർഷം ഉണ്ടായിട്ട് പറയാറില്ല. കാരണം മണിച്ചേട്ടനോട് ഒരു കാര്യം സാറിന് തന്നെ അറിയില്ല, നമ്മുടെ ഇവിടെ JB ജംഗ്ഷനിൽ വന്നിട്ടുള്ള ആളാണ്. സാറ് ചോദിക്കുമ്പോൾ തന്നെ അതിന് പറയുന്ന മറുപടി അറിയില്ല. നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ചീത്ത വിളിച്ച് മാറ്റുള്ളൂ. നമ്മളങ്ങോട്ട് മാറി നിൽക്കും, എന്തെങ്കിലും പറയേണ്ടത് നമ്മൾ വിളിച്ച് പറയും, അത്രേ ഉള്ളൂ. അല്ല നമുക്ക് വ്യക്തിപരമായ ഒരു കാര്യത്തിലേക്ക്, മണിച്ചേട്ടൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് ഇടപെടാൻ. ജിൻഡോയുടെ വിചാരം ഈ പറഞ്ഞ കുടുംബവുമായിട്ടുള്ളൊരു ശീതസമരം അല്ലെങ്കിൽ സംഘർഷം അല്ലെങ്കിൽ വഴക്ക് അല്ലെങ്കിൽ ഒരു രസചേർച്ചയില്ലായ്മ, ഇതൊക്കെ ഈ മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശ്രമമാണോ? കാരണം ഇത്രയും നാൾ മണിച്ചേട്ടൻ അവിടെ പാടിയിൽ കിടന്നിട്ട് ഒരാളങ്ങോട്ട് വന്നിട്ടില്ല. ഈ രാമകൃഷ്ണൻ ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ വൈഫുണ്ട്, മോളുണ്ട്, അമ്മായിപ്പനുണ്ട്, വൈഫിന്റെ അമ്മയുണ്ട്, ഇവരെല്ലാവരും അവിടെ ഇല്ലേ? തൊട്ടടുത്തല്ലേ സാർ പാടിക്കൊണ്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എത്ര എല്ലാവരും അടുത്തടുത്ത്. ഞാൻ പാടി വന്നിട്ടില്ല. ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടുകേഴ്വിയിൽ കേട്ടിരുന്നതാണ്. പക്ഷെ എനിക്കത് പറയാൻ കഴിയാത്തതിന്റെ കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ടും എനിക്ക് നേരിട്ട് അറിവില്ലാത്തത് കൊണ്ടുമാണ്. പക്ഷെ ഇപ്പൊ ജിൻഡോ പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസമായിട്ട് വീട്ടിലേക്ക് പോകാതിരിക്കുകയും ഈ ഗുരുതരമായ കരൾ രോഗം ബാധിച്ചിരുന്നു എന്നുള്ളത് വളരെ പബ്ലിക്കായിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. ഇത്തരത്തിൽ സുഖമില്ലാത്ത ഒരാളിനെ എന്തുകൊണ്ട് ഈ അനിയനോ വീട്ടുകാരോ ആരും വന്ന് നോക്കിയില്ല? എന്നിട്ട് രാമകൃഷ്ണന്റെ ആരോപണം എന്ന് പറയുന്നത് ഗുരുതരമായ രോഗമുണ്ടായിട്ടും സുഹൃത്തുക്കൾ ആരും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയോ മദ്യപിക്കുന്നതിനെ തടയുകയോ ചെയ്തില്ല എന്നുള്ളതാണ്.
കൂട്ടുകാർക്കാണോ കുടുംബത്തിനാണോ ഇതില് ഉത്തരവാദിത്തം കൂടുതൽ? ചില സമയത്ത് സാബു കൂട്ടുകാർക്ക് ഉത്തരവാദിത്തമില്ല. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ മണിയെ നടന്ന് കുടിപ്പിക്കുന്നത് കൂട്ടുകാരാണെന്നൊരു ആക്ഷേപമാണെങ്കിൽ ഈ കൂട്ടുകാർക്ക് അറിയാമായിരുന്നു ഇദ്ദേഹം രോഗബാധിതനാണെന്നുള്ളത്? സ്വാഭാവികമായിട്ടും എനിക്കറിഞ്ഞുകൂടായിരുന്നു. മണിക്ക് കരൾ വീക്കം ഉണ്ടെന്നും മണിക്ക് പ്രശ്നമുണ്ടെന്നും ആരോ പറഞ്ഞ പോലെ മണിക്ക് മഞ്ഞപ്പിത്തം വന്നുവെന്നും മഞ്ഞപ്പിത്തം കൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ഇവിടെ ഷോയുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ മഞ്ഞപ്പിത്തം വന്നു എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞത് അവർക്ക് അറിയില്ലായിരുന്നു, കുടുംബാംഗങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് അവർ ഇന്റർവ്യൂവിൽ പറയുന്നത്. അറിയായിരുന്നോ ഈ മഞ്ഞപ്പിത്തമുള്ള കാര്യം? ഷുഗറുള്ള ആളാണ്. ഷുഗറും മഞ്ഞപ്പിത്തം അദ്ദേഹത്തിനുണ്ട്. ഈ മഞ്ഞപ്പിത്തത്തിന് അയാൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ലിവറാണ്. അല്ല, അതെ, കീഴാർനെല്ലി പറിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ അരച്ച് ഒരു ഗ്ലാസ് പാലിൽ മണി ചുമ ഈ പശു ആടിവെള്ളം കുടിക്കുമ്പോൾ കുടിച്ചോണ്ടിരുന്നത്. പക്ഷെ രാവിലെ ഈ പാല് കുടിക്കും, വൈകുന്നേരം മറ്റേ കൂടെ കുടിച്ച സംഭവം പോയി. നമുക്ക് രക്തം കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടി നടക്കില്ല. പാലും കൊടുത്ത് കീഴാർനെല്ലിയും കൊടുത്ത് ജാഫർ പറഞ്ഞ പകുതി കറക്റ്റ് ആയിരുന്നു. പക്ഷെ വൈകുന്നേരത്തെ സംഭവം ഉണ്ടല്ലോ, അതിന് അപകടമായിരുന്നത്. അല്ലാതെ ഈ കാലഘട്ടത്തിലല്ലോ. കരൾ രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകില്ല. അത് ജാഫറിനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ല, ഞമ്മക്കൊന്നും വരില്ല സാറേ, അങ്ങനെ ഒന്നും കരൾ രോഗം ജാഫർ പറഞ്ഞെന്താ അറിയാ, ജാഫറിന്റെ വീട്ടിൽ പൊയിലിയാർക്കുള്ളതുകൊണ്ട് ഇത് വരില്ല ജാഫർ പറയുന്നത്. ബാധകല്ല. എന്റെ വീട്ടിലിന്റെ അല്ല, ഞാൻ അപ്പോഴും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ ജിൻഡോ പറഞ്ഞ കണക്ട് ചെയ്താൽ പറയാം, എനിക്ക് കുടുംബം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ കുടുംബത്തിന്റെ കാര്യം ഇപ്പൊ സാറ് ചോദിച്ചില്ലേ, മണിയുടെ കുടുംബത്തെ കുറിച്ച് ചോദിച്ചല്ലോ. നമ്മൾ കുടുംബം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങോട്ടും നടന്നോ നമ്മൾ കുടുംബം ഒന്നാണെന്ന് ശ്രദ്ധിക്കണമല്ലോ. ഈ കുടുംബത്തിന്റെ ശ്രദ്ധ വേണം, കുടുംബം നമ്മളെ ശ്രദ്ധിക്കണം. ഇപ്പൊ ജാഫർ ആരോപിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മണിയുടെ കുടുംബം വേണ്ട രീതിയിൽ മണിയെ പരിരക്ഷിക്കുകയോ കാത്തുസൂക്ഷിക്കുകയോ പരിപാലിക്കുകയോ ചെയ്യാത്തതിന്റെ ഒരു ദുരന്തമാണെന്നാണോ താങ്കൾ പറയുന്നത്? മണി നോക്കിയില്ലെന്നോ? മണിയെ നോക്കിയില്ലെന്നല്ല, ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആരോപണമില്ല ഇവരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇവരിങ്ങനെയായിരുന്നോ. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം, ഈ ബർത്ത്ഡേക്ക് പോയപ്പോഴും ഇപ്പൊ ഈ ലാസ്റ്റ് കാണാൻ പോയപ്പോഴും കണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ കാണാത്ത വേറൊരു ഷെഡ് അവിടെ കണ്ടു. ഒരു ഷെഡ് എന്ന് പറഞ്ഞാൽ പാടി എന്ന് പറയുന്ന ചുമ്മാ ഒരു തട്ടും ഒരു മേച്ചിലും ആയിരുന്നു. ഒരു മുറി. അതാണ് ഇപ്പൊ പുള്ളി പുതിയതായിട്ട് പണിതേക്കുന്ന ഒരു അടുക്കളയും ഒരു ബെഡും ഒരു അവിടെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, തമ്പുരാൻ ഇങ്ങനെയൊക്കെ പ്രശ്നം വീടുമായിട്ടുള്ള ബന്ധം വിച്ഛേദത്തിന് ശേഷം ഉണ്ടാക്കിയതാണോ? അല്ല, അതങ്ങനല്ല. ലാസ്റ്റ് കിടപ്പാടമാക്കി ഞങ്ങള്. അതായത് സംഭവിച്ചു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ ആദ്യം പാടി എന്ന് പറഞ്ഞാൽ സാധാരണ ഇരുന്ന് വർത്താനം പറയുന്ന ഒരു പുഴയുടെ തീരത്തുള്ള മനസ്സിലായി. അത് കഴിഞ്ഞ് അതിനോട് ചേർന്ന് തന്നെ ശരിക്കും അവിടെ കുറച്ച് പട്ടികളെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വിദേശത്ത് നിന്നൊക്കെ കൊണ്ടിരുന്ന വില കൂടിയ അവർക്ക് വേണ്ടി പട്ടി കോഴി അങ്ങനെയുള്ള ഇതിനെ വളർത്താൻ വേണ്ടി നമുക്കൊരു ഇത് പണിയാം എന്നുള്ള രീതിയിൽ മണിച്ചേട്ടൻ 2 തട്ടൊക്കെ അടിച്ച് ആദ്യം ഫാം പണിതു. അത് പണിത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ ലാസ്റ്റ് പട്ടീനെ കിടന്നില്ല, കോഴീനെ കിടന്നില്ല. അത് 2 എമു കോഴി 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. എമു കോഴിനെ ഏതോ ഒരു കുറുക്കം പിടിച്ചോണ്ട് പോയി പാടി കൂടെ അഴിച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അതിങ്ങനെ അനാഥമായിട്ട് കിടക്കുക. ആദ്യ ദിവസം മണിച്ചേട്ടൻ ഒരു തട്ടിയിട്ട് അവിടെ കിടന്നു തുടങ്ങി. വെറുതെ പാടി വർത്താനൊക്കെ പറഞ്ഞു, ഉച്ചയ്ക്ക് ഉറക്കം അവിടെ ആക്കി. അങ്ങനെ കിടന്ന് പിന്നെ അത് കുറച്ചുകൂടെ വൃത്തിയാക്കി, ബാത്റൂം പണിതു. അങ്ങനെ അതൊരു വീട് പോലെ ആയി. അപ്പൊ അതാണ് ജാഫർ പറയുന്നത്. ആ ഒരു ഷെഡ് അത് പക്ഷേ അവസാന നിമിഷം അല്ല കേട്ടോ, ആദ്യം പോലെ ഉണ്ട്. അന്നേരമൊക്കെ മണിച്ചേട്ടൻ വീട്ടിൽ പോകാറുണ്ട്. പിന്നെ അവസാനത്തെ നിമിഷം ഇത് സ്ഥിരമാക്കി. അവിടെ യമപക്ഷീനെ മറ്റേ കുറുക്കം കൊണ്ടുപോയ ശേഷം പുള്ളി അവിടെ കയറി. എന്താ ഇതൊക്കെ കേൾക്കും മരക്കുന്നേ. ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട് ഇത് കേൾക്കുമ്പോണ്ടല്ലോ ഇവിടെ നിന്ന് ഇപ്പൊ ഏറ്റുപോണെന്നാ ചിന്താഗതി. മനസ്സ് മാറി. അല്ല, ചിന്താഗതി അങ്ങനെ വരുവാ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് 3 മാസമായിട്ട് ഇത് ചെവിയില് ഒരൊച്ച വണ്ട് മുരളുന്ന പോലെ മുന്നോട്ടിരിക്കും. അങ്ങനെ ഒരൊച്ച ഏതാവുള്ളൂ, ഒരൊച്ച. ആഫ്രിക്കയുടെ അവസ്ഥ ഓർത്തിട്ട്, കാരണം ഞാനൊന്നും ഇത്ര ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ എങ്ങനെയാണ്? അല്ല, ഗൾഫിൽ നിന്നൊക്കെ നെറ്റിലല്ലേ വിളിക്കും. 3 നമ്പർ വരും, 503 അങ്ങനെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഒന്നാമത് നമ്മൾ ഈ പ്രശ്നം നടന്നതിന് ശേഷം ഉള്ള പേരുള്ള നമ്പർ അങ്ങ് എടുക്കും. നമ്മൾ പേരെടുത്ത് അത്യാവശ്യം പറയും, അയ്യോ മറ്റേ പ്രശ്നത്തിനാട്ടോ സോറി, എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ട. അങ്ങനെ എന്നെ വിളിക്കാത്ത കുറെ കൂട്ടുകാരുണ്ട്. അവരോട് എനിക്ക് ഏറ്റവും ബഹുമാനം. അവര് വിളിച്ച് ശല്യം ചെയ്തില്ലല്ലോ. ഈ നെറ്റിന്ന് വിളിച്ചിട്ട് അങ്ങനെ, ഹലോ ജാഫ്രിഡിക്കാണോ? അപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കേൾക്കുള്ളൂ. അവിടെ പറഞ്ഞിട്ട് ഇവിടെ വരണം. നമ്മൾ പറയുന്നത് നമ്മൾ കേട്ടതിന് ശേഷം അവിടെ കേൾക്കുള്ളൂ. ഞാൻ ജാഫ്രിഡിക്കുക. അപ്പൊ നമ്മൾ കേൾക്കും ജാഫ്രിഡിക്കുക. അപ്പൊ അയാള് അതെ ഈ താമസം ഒരു തീ തിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് വാരിയിടണം. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കും, ആക്ച്വലി മണി എന്താണ് മണിക്ക് സംഭവിച്ചത്? അപ്പൊ ഞാൻ കുറെയൊക്കെ പറഞ്ഞേ, പുള്ളി അറിയില്ല ചേട്ടാ, അത് അന്വേഷിച്ചോണ്ടിരിക്കും എന്നൊക്കെയാണ് പറയണേ. പിന്നെ ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ ഫ്രീ ആണെങ്കിൽ ഒരു കാര്യം ചെയ്ത്, സൗദിയിലാണോ? അതെ, സൗദിയിൽ നിന്ന് ഇവിടെ നെടുമ്പാശ്ശേരി പ്ലെയിൻ ഇറങ്ങുക, എന്നിട്ട് ചാലക്കുടി സർക്കിൾ ഓഫീസിൽ ചെയ്തിട്ട് ഇവിടെ സർക്കിളുണ്ട് അല്ലെങ്കിൽ DYSP ഉണ്ട്, അവരോട് ചോദിക്കുക ഇപ്പൊ എന്തായെന്ന് ചോദിക്കുക എന്നങ്ങ് പറഞ്ഞേച്ച്
പിന്നെ തനിക്ക് പിന്നെ കുറച്ച് വേറെ അനാവശ്യമൊന്നുമല്ല വെച്ചിട്ട് പോടും പണിയില്ലാതെ എന്നൊക്കെ പറയുന്നത് എത്ര പേര് സൗദി അറേബ്യയിൽ നിന്നാണോ ഫോൺ അല്ലേ പല ഗൾഫിൽ ആണെങ്കിൽ ഞാൻ പറയാം ആരായിരിക്കും അവിടെ മുമ്പ് ജോലി ചെയ്ത ഒരാളായിരിക്കും അതിന്റെ പിന്നിൽ അതല്ല അങ്ങനെയൊന്നും ഞാൻ നമ്മളെ അല്ല ആശ്വാസവാക്കും പറഞ്ഞ് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഇത് ജാഫറിന്റെ ജീവിതത്തെ മക്കാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഈ സൗദിയിലുണ്ടാണ് അതല്ലേ സൗദിയിൽ എവിടെയാന്ന് ചോദിച്ചാൽ ബദാമിലാന്ന് പറയും. ബദാമിൽ എവിടെ ഏതോ ഗുദാമിലാന്ന് അങ്ങനെ എവിടെ സ്ഥലത്തുണ്ട്. അങ്ങനെ അപ്പൊ ഇനി മുതൽ സൗദിയിലപ്പുറം വന്നു കഴിഞ്ഞാൽ എടാ സാബു നീ വെച്ചിട്ട് പോണാന്ന് പറയണം. സാബു അല്ല, സാബു ആ സമയത്തിലൂടെ ഉണ്ടല്ലോ. സാബു അവിടെ ഉള്ള ആരും എനിക്കറിയില്ല കേട്ടോ. ഈ ബിലീസ് പല വേഷത്തിലും വരുമെന്ന് പറഞ്ഞ പോലെ ഈ സാബു പല കോലത്തിലും അവതരിച്ചിട്ടുണ്ട്, പല രൂപത്തിൽ. നിങ്ങൾ അത്രമാത്രം ഇയാളെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ പാട്ടിലേക്ക് കൊണ്ടുപോയെന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാകാത്ത കാര്യം. ജാഫറിനെ വിളിച്ചിങ്ങനെ ആൾക്കാർ അന്വേഷിക്കുന്നു, സാബുവിനെ പക്ഷേ വിളിച്ചിങ്ങനെ പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ലല്ലോ. വളരെ കുറവാണ്. ചീത്ത വിളിക്കാന്നുള്ള മൂപ്പറ പണി കിട്ടും, എന്റെ കിട്ടും. അത് എന്റെ അടുത്ത് ചോദിച്ചാൽ തെറിക്കുത്തരം മുറിപ്പത്തൽ. എന്റെ അടുത്തോട്ട് ഏത് ഗ്രേഡിൽ ഇടപെടുന്നോ ആ ഗ്രേഡിൽ ഞാൻ ഡീൽ ചെയ്യും. അതിപ്പോ ഫേസ്ബുക്കിൽ എന്നെ വീട്ടിൽ കയറി വെട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങളുടെ നമ്പർ ഇതാ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം എന്ന് ഞാൻ വളരെ ധൈര്യമായിട്ട് പറയും. അതൊരു ഗൗരവമായിട്ടുള്ളതാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് നിൽക്കുകയും ചെയ്യും. പക്ഷെ അത് ഇഷ്ടപ്പെടുത്തില്ല ആളുകൾക്ക്. കാര്യം അങ്ങനെ പാടില്ല. കാര്യം ഞാൻ ഭയങ്കര വിനയമുള്ള, എന്ത് പറഞ്ഞാലും ഇപ്പൊ ജാഫർക്കൊക്കെ കേട്ടിട്ട് ചുമ്മാ ഇരിക്കത്തില്ല, അതുപോലെ ഇരിക്കണം. കാര്യം നിങ്ങൾ ടിവിയിലും സിനിമയിലും ഒക്കെ ഉള്ളവരല്ലേ. ജാഫർക്കാരുടെ വീട്ടിലുള്ള കുടുംബക്കാരെ കുറിച്ച് ജാഫർക്ക് ആലോചിക്കും. അല്ല, ഞാൻ അങ്ങനെ ഈ അമിത വിനയം കാണിക്കേണ്ട കാര്യമില്ല. ഈ സാബു ഈ പറഞ്ഞ ജാഫറിനെ പോലെ ഒരു ഇസ്ലാമിക രീതിയിൽ ജീവിക്കുന്ന ആളല്ല. ആര് പറഞ്ഞത്? കണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബം ഡൈവോഴ്സ് ആണ്. ആരെ കെട്ടേക്കുന്നറിയോ? ഈ കാര്യം പറഞ്ഞാൽ ഡൈവോഴ്സ് ആകാതിരിക്കുള്ളൂ. മദ്യഷാപ്പിന്റെ മീതെ ആൽക്കോളിന്റെ ആളല്ല, പ്രണയ വിവാഹമായിരുന്നു. അല്ല, ഒരു കാര്യം പറയട്ടെ, മറ്റുള്ള മതത്തിൽപ്പെട്ടവരെല്ലാവരും കള്ളുകൂടിയന്മാരാണ്. കള്ളു കുടിക്കുന്നവരുണ്ട്, കുടിക്കാത്തവരുണ്ട്. ഉണ്ടല്ലോ. മുസ്ലിങ്ങൾ കള്ളു കുടിക്കുന്നവരുണ്ട്, കുടിക്കാത്തവരുണ്ട്. മറ്റു മതത്തിലും ഉണ്ടല്ലോ. ഒരു കുഴപ്പം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ മുസ്ലിമാണ്, ജാഫറിന്റെ പ്രശ്നം എന്താ അറിയാം? ജാഫറിന് ഈ മെഡില പ്ലാങ്കട്ടയിൽ ഒരുപാട് കാര്യം വന്ന ഒരേ സമയത്ത് വീഴുക. ജാഫറിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളും ആശങ്കകളും ഉണ്ട്. ഒരുപക്ഷെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ എന്തൊരു തമാശ പറഞ്ഞിരിക്കേണ്ട ഒരു സമയമായിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു പ്രശ്നം ഉണ്ടായത്? നിങ്ങൾ രണ്ടുപേരും ഒരു വിവാദത്തിൽ പെട്ടുപോയി. ആ വിവാദം ഉണ്ടാകാൻ കാരണം എന്താണ്? മണിയുടെ സഹോദരൻ ഇങ്ങനെ ആരോടും ഉന്നയിച്ചുകൊണ്ടാണ്. വേറെ ആരും സഹോദരനെക്കാളിലും ക്രെഡിബിലിറ്റി കൂടുതലുള്ളത് ഈ ഇദ്ദേഹത്തിനും ജിൻഡോയ്ക്കും ജാഫർക്കും ഒക്കെ. കാര്യം എന്താണെന്നറിയാമോ? എത്രയോ പതിറ്റാണ്ടുകളുടെ ബന്ധം. ഈ പറയുന്ന ഈ സഹോദരനെ 2 പതിറ്റാണ്ട് ഈ പറയുന്ന സഹോദരനെ അവിടെ കയറ്റുക പോലും ചെയ്യില്ലായിരുന്നു സന്തോഷ സഹചാരിയായിട്ടുള്ള ആള് പറയാണ്. പിന്നെ ആർക്കാണ് ക്രെഡിബിലിറ്റി കൂടുതൽ? ഈ ചില കാര്യങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം മണിച്ചേട്ടനെ എല്ലാവർക്കും സ്നേഹമുള്ള, ബഹുമാനമുള്ള, പൊതുജന സമ്മതനായ, ആളുകൾക്ക് ദാനം കൊടുക്കുന്ന, ആളുകളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് ഇവിടെ ഇരുന്ന് ജിൻഡോ പറഞ്ഞു തന്നെ. വന്നതാ ഈ കേരളത്തിൽ ഈ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഇത് കേൾക്കാനൊക്കെ വന്നിരിപ്പുള്ളൂ സാറേ. ഇവർക്ക് അറിയാവോ രാമകൃഷ്ണൻ? ഇപ്പോഴല്ലേ അറിയാവുന്നേ? ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, ഇവർക്ക് വരെ സംശയം ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മളെ ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് പ്രചരിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിക്കും. 31 അനുശോചനത്തിന് പോയി 62,000 രൂപ എൻ്റെ പോയത്, രാമകൃഷ്ണൻ്റെ അല്ല പോയത്. 31 അനുശോചനത്തിന് 1000 രൂപ അങ്ങോട്ട് വണ്ടിക്കൂലി, 1000 രൂപ ഇങ്ങോട്ട് വണ്ടിക്കൂലി. അനുശോചനത്തിന് ഇപ്പോൾ പൈസ കിട്ടുമല്ലോ. ഇതെല്ലാം കൂടി ഇത് പോണതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരാൾ മണിയെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. മണിയായിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ അനുശോചനം വെച്ചു. ആ അനുശോചനത്തിന് വരെ ഞാൻ ചെന്നില്ലെങ്കിൽ, ഞാനും സാബുവും ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സമുദായവൽക്കരിച്ച് വല്ലതൊക്കെ ആയി വലിയ പ്രശ്നമായി തരും. നമുക്ക് പേടിയാണ് സാറേ. നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ നിന്നും ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നാണ് ഞാൻ ജീവിച്ചത്. ഞങ്ങളുടെ സമുദായത്തിൽ പള്ളിയിലൊരു പരിപാടിയൊന്നുമില്ല. ഈ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും ഈ ഹിന്ദു അമ്പലത്തിൽ നിന്നുമൊക്കെ കിട്ടുന്ന കാശ് കൊണ്ട് അരി മേടിച്ച് ഞങ്ങളെ. അതുകൊണ്ടാണ് ജാതിയും മതവും ദേശവും ഭാഷയിലും അതൊക്കെ സംസാരിക്കുന്നത്. ഞാനിപ്പം ഈ ഒരു ഷോയിലിപ്പം പിന്നെ ജാഫറിനെ കുറിച്ച് എനിക്ക് ഉള്ള അഭിപ്രായം പറയുന്നതിന് എനിക്കൊരു മടിയുണ്ടാകേണ്ട കാര്യമില്ല. ജാഫറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കഠിനാധ്വാനം ചെയ്ത് എന്താ പറയാ, ഒരുപക്ഷെ കലയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഈ രംഗത്തേക്ക് വന്ന ഒരാളാണ്. നിങ്ങളോടൊരു ബഹുമാനം നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്. ഈ ജാതിക്കും മതത്തിനും മറ്റു വിവേചനങ്ങൾക്കും അതീതമായിട്ട് ചിന്തിക്കാനുള്ള നിങ്ങളുടെ ഒരു കഴിവാണ് സ്വാഭാവികമായിട്ടും നിങ്ങളെ വേറിട്ട് നിർത്തുന്നത്. അപ്പം
ജാഫറിൻ്റെ ഒക്കെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഒരു വളരെ കൺസർവേറ്റീവ് ആയിട്ടൊരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വന്നിട്ട് പോലും പക്ഷേ വളരെ പുരോഗമനമായിട്ടുള്ള ഒരു ജീവിത രീതി അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് താങ്കളുടെ പ്രധാനപ്പെട്ട സവിശേഷത. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾക്കൊരു ആകുലത ഉണ്ടായത്. സാറേ, ഇത് പറയാൻ കിട്ടിയ സാറിൻ്റെ ഈ ഷോയിൽ ഒന്നാമത് ഈ ഷോ എനിക്ക് ഭയങ്കര ഞാനൊരു ആരാധന ഉള്ളൊരു മനുഷ്യനായതിനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഷോയിലൂടെ പലതും നമുക്ക് അറിവ് കിട്ടും. ഇപ്പോൾ ഈ കാര്യമൊന്നും ഞങ്ങൾക്കൊരിടത്തും പറയാൻ പറ്റില്ല. ഓരോ വ്യക്തികളെ വിളിച്ച് പറയാൻ